JP അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ബുധൻ നീചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും ബുധൻ ചെയ്യുന്ന ഫലം വളരെ മോശമായിട്ടാണ് സാധാരണ കാണാറുള്ളത്. എന്നാൽ ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നീചരാശിയിൽ നിൽക്കുന്ന ബുധന് നീചഭംഗ രാജയോഗം വരുന്നു. അങ്ങനെ ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായി ചില നല്ല അനുഭവങ്ങളും ദോഷഫലങ്ങൾ മാറി വന്ന് അത് മെച്ചപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്നതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ബുധൻ നീചരാശിയിൽ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ ബുധനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് തുടക്കം വളരെ മോശമായിരിക്കും. പിന്നീട് നീചത്തിൽ നിൽക്കുന്നതിൻ്റെ ദോഷം മാറി ഗുണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്നു. ജാതകത്തിൽ ബുധൻ നീചഭംഗം ചെയ്ത് നിൽക്കുന്നവർക്കും അതുപോലെ ബുധൻ ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവർക്കും നീചത്തിന് ഭംഗം വന്ന് രാജയോഗപ്രദമായി ഭവിക്കും. നീചഭംഗ രാജയോഗത്തിൻ്റെ ലക്ഷണം പറയുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ ലക്ഷണം, നീചരാശിയുടെ അധിപനോ ആ രാശി ഉച്ചക്ഷേത്രമായി വരുന്ന ഗ്രഹമോ ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ വരിക. രണ്ടാമത്തത്, നീചരാശിയുടെ അധിപനായ ഗ്രഹത്തിൻ്റെ ഉച്ചരാശാധിപനോ നീചരാശി ഉച്ചക്ഷേത്രമായി വരുന്ന ഗ്രഹമോ ഇതിലേതെങ്കിലും ഒന്ന് ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ കേന്ദ്രഭാവത്തിൽ വരിക. ഒരാളുടെ ജീവിതത്തിൽ ഉച്ചത്തിൽ ഗ്രഹം നിൽക്കുമ്പോൾ നൽകുന്ന ഫലത്തേക്കാൾ ഗുണം ചെയ്യുന്നതാണ് നീചത്തിൽ നിന്ന് നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ അനുഭവം. ഇവിടെ കുറേ രാശിക്കാർക്ക് ബുധൻ്റെ നീചരാശി മൂലമുള്ള ദോഷഫലങ്ങൾക്ക് മാറ്റം വന്ന് അത് വളരെ ഗുണപ്രദമായി ഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, പ്രത്യേകിച്ച് 8 രാശിക്കാർക്ക്. ഈ രാശിക്കാർ ഇടവം, മിഥുനം, ചിങ്ങം, കന്നി, വൃശ്ചികം, ധനു, കുംഭം, മീനം ഇങ്ങനെയുള്ള രാശിക്കാരുടെ അഥവാ ഈ രാശിയിൽ ജനിച്ച ലഗ്നക്കാരുടെ ഫലമായിട്ടാണ് വരുന്നത്. ഈ രാശിക്കാരിൽ പലർക്കും ഇപ്പോൾ സമയം വളരെ മോശമായിട്ട് കാണുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ബുധൻ്റെ നീചഭംഗം മൂലം കുറച്ച് ഗുണം ലഭിക്കുന്നത് വളരെ ആശ്വാസകരവുമാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ നീചരാശിയുടെ അധിപനായ ഗ്രഹം വ്യാഴമാണ്. അതായത് മീനത്തിലാണ് ബുധൻ നിൽക്കുന്നത്. മീനൻ രാശിയാണ് ബുധൻ്റെ നീചരാശി എന്ന് പറയുന്നത്. ആ മീനൻ രാശിയുടെ അധിപനാണ് വ്യാഴം. ആ വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നു എന്നതാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നീചഭംഗ രാജയോഗത്തിന് കളമൊരുക്കുന്നത്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹം ശുക്രനാണ്. ഈ ശുക്രൻ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് 11ാം ഭാവത്തിലാണ് വരുന്നത്, അതായത് ഇഷ്ടഭാവത്തിൽ. അതും വളരെ ഗുണഫലം നൽകുന്ന, ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു ഭാവമാണ്. ഇടവൻ രാശിക്കാരെന്ന് പറയുമ്പോൾ കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1, 2 പാദങ്ങളും ചേരുന്നതാണ് ഇടവൻ രാശിക്കൂടെ. അതുപോലെ ഇടവം ലഗ്നത്തിൽ ജനിച്ചവർക്കും ഈ ഫലം ബാധകമാണ്. ഇതുകൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടാകുന്നു എന്നുള്ള, പ്രത്യേകിച്ച് വ്യാഴം സഞ്ചരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിലാണ്. അപ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രോഹിണി നക്ഷത്രക്കാർക്കും കുറച്ചുകൂടി മെച്ചം വരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് വരുന്നത്. ശുക്രക്ഷേത്രമായതുകൊണ്ട് ഇടവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ശരീരസുഖം, അനുഭവ ഗുണം, ധനധാന്യ സമ്പത്ത്, സകല ജനപ്രിയർ, അതായത് എല്ലാവർക്കും ഇഷ്ടനായി വരിക, ഇഷ്ടം തോന്നുക, അതുപോലെ അനുഭവ ഗുണം, ഔദാര്യം എന്നീ ഗുണങ്ങളൊക്കെയാണ് പറയുന്നത്. ജന്മരാശിയിൽ വ്യാഴം വരുമ്പോൾ ദീർഘായുസ്, ഈശ്വരകടാക്ഷം, സൗന്ദര്യം, ഐശ്വര്യം, അനാവശ്യ ചിലവുകൾ കുറയ്ക്കുന്ന സാഹചര്യം, മറ്റുള്ളവരുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയോടുകൂടി അവരെ സഹായിക്കാനുള്ള ഒരു സന്മനസ്സുണ്ടാകുന്ന സാഹചര്യം, ഇതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്ന ഒരു സമയം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കാരണം 5ൽ നിൽക്കുന്ന കേതു സന്താനങ്ങളെ സംബന്ധിച്ച് ചില വെല്ലുവിളികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും വ്യാഴത്തിൻ്റെ ആനുകൂല്യമായി വരുമ്പോൾ, ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വ്യാഴം വരുമ്പോൾ കേസരി യോഗം എന്നും പറയാറുണ്ട്. അതും ഒരു നല്ല ഫലമാണ്. കാരണം തലയെടുപ്പോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്നൊക്കെ വിചാരിച്ചാൽ മതി. ദീർഘായുസ്, ഇതൊക്കെ ഉള്ളൂ കേസരി യോഗം കൊണ്ട് കൂടുതലായിട്ടും അനുഭവപ്പെടുന്ന കാര്യങ്ങൾ. ചാരവശാൽ വ്യാഴം ജന്മരാശിയിൽ വരുമ്പോൾ അത്ര മെച്ചമൊന്നും ആയിരിക്കേയില്ല എന്ന സൂചനയും ചാരവശാലുള്ള ഫലത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ജന്മരാശാധിപൻ ശുക്രനാണ് ഇടവൻ രാശിക്കാർക്ക്. അത് ഉച്ചനായി 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പല വിധത്തിലുള്ള
ധനാഗമന മാർഗങ്ങൾ ഉണ്ടാകാം. അങ്ങനെ സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യം വരും. ഇത് സർക്കാർ സർവീസിൽ ഉന്നത നിലയിലുള്ളവർക്ക് പല ആനുകൂല്യങ്ങളും ഉയർച്ചയും ലഭിക്കുകയും ചെയ്യും. നീചത്തിലെ ബുധൻ തുടക്കത്തിൽ അല്പം മോശമായി തന്നെ ഫലം തരും. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് കൂടുതൽ ആലോചിക്കാതെ ഇവർ പല ബുദ്ധിമോശവും കാണിക്കും. വളരെ മോശമായി ചിന്തിക്കുകയും പെരുമാറുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യും. കൂടെ നിൽക്കുന്നവരും ബന്ധുക്കളും പലതിനോടും വിയോജിപ്പ് കാണിക്കും, വിമർശിക്കും, ചിലരൊക്കെ അകന്നു പോവുകയും ചെയ്യും. വിദ്യാഭ്യാസത്തിൽ പല പോരായ്മകളും ഉണ്ടാകും. ഇതൊക്കെയാണ് ബുധൻ നീചത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലം സൂചിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഈ ഫലം തന്നെയായിരിക്കും. അതാണ് ഈ നീചഭംഗ രാജയോഗം എന്ന് പറയുമ്പോൾ. ആദ്യം നീചമായ അനുഭവത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ നീചത്തിന് ഭംഗം വരികയും പിന്നീട് അതിനോപ്പോസിറ്റായി വളരെ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുകയും അങ്ങനെ രാജയോഗപ്രദമായി ഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നീച ഭംഗ രാജയോഗം എന്ന് പറയുന്നു. ആ ഒരു പദം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന അനുഭവവും ഫലവും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം നീചമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മോശമായ അനുഭവത്തിൽ നിന്നും അതിനൊക്കെ ഒരു മാറ്റം വന്ന് മെച്ചപ്പെട്ട ഗുണങ്ങൾ നൽകി ജീവിതത്തിൽ ഉയർച്ചയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് വളരെ പ്രചോദനവും ഉയർച്ചയും കാരണമായി വരുന്ന രാജയോഗപ്രദമായ അനുഭവത്തിലേക്ക് പോകുന്നതാണ് ഈ യോഗം. നീചഭംഗ രാജയോഗം അപ്പോഴാണ് മനസ്സുഖവും ധനലാഭവും കാര്യജയവും സൗന്ദര്യവും ഐശ്വര്യവുമൊക്കെ തരുന്ന ഒരു സമയത്തിലേക്ക് വരുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഗുണപ്രദമായി വരണമെങ്കിൽ വ്യാഴവും ശുക്രനും ഇഷ്ടഭാവത്തിൽ ഉള്ളവർക്കും അതുപോലെ തന്നെ ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ, ബുധൻ ഇവരുടെ ദശാപഹാരങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നവർക്കും, അതായത് നല്ല ഇഷ്ടരാശിയിൽ ബലവാനായി ജാതകത്തിൽ നിൽക്കുകയും ഈ പറഞ്ഞ ചന്ദ്രനും വ്യാഴവും ശുക്രനും ബുധൻ്റെയും ഒക്കെ ദശാപഹാരങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകുന്നത് എന്നുകൂടി ഓർക്കണം. കണ്ടകശനിയും, അതായത് ഈ 9, 10 ഭാവങ്ങളിലായിട്ട് ശനി സഞ്ചരിച്ച് പൊതുവെ 5 വർഷം കൊണ്ട് ശനിയുടെ ദോഷത്തിൻ്റെ ഫലം ജീവിതത്തിൽ പല ദുരിതങ്ങളുമൊക്കെ ഉണ്ടാക്കിയവർക്ക് ശനിയുടെ രാശിമാറ്റം മൂലം ദോഷം മാറി ഇഷ്ടഭാവത്തിലേക്ക് മാർച്ച് അവസാനം കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ സമയമാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സൂചനയായിട്ട് ഈ നീചഭംഗ രാജയോഗത്തെ കാണാനും സാധിക്കും. ഇടവൻ രാശിക്കാർക്ക് ഈ കേസരി യോഗം ഉണ്ട് എന്നത് ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വ്യാഴം വരുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകണമെന്നില്ല. ആരോഗ്യ സംബന്ധമായ രോഗാവസ്ഥയൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടി ഭേദമായിരിക്കും. ആയുസ്സിനെ വർദ്ധിപ്പിക്കും. അതുപോലെ തലയെടുപ്പോടുകൂടി ആനയെപ്പോലെ നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കാനൊക്കെ സാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അല്പം മോശമായ സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാശിക്കാർ തന്നെയാണ് ഈ മിഥുനൻ രാശിക്കാർ. മകയിരം 3, 4 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 1, 2, 3 പാദത്തിലുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിൻ്റെ സൂചനയായിട്ട് നമുക്ക് ഈ നീചഭംഗ രാജയോഗത്തെ കാണാൻ സാധിക്കും എന്നതാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മാധിപനാണ് ബുധൻ. അതിനാൽ ശാരീരികമായ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ്, തലവേദന, കഴുത്ത്, തോള്, കയ്യ്, അതുപോലെ മുട്ടിന് താഴെയുള്ള ഭാഗം, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമോ വേദനയോ ഒക്കെ വരാവുന്ന ഒരു സാഹചര്യം ജന്മരാശിയിൽ ചൊവ്വ മാർച്ച് മാസം നിൽക്കുന്ന ഒരു സമയത്ത് അപകടം കൂടി വരാനുള്ള ഒരു സാഹചര്യത്തെയും, അല്ലെങ്കിൽ തട്ട്, മുട്ട്, മുറിവ്, ചതവ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരാനുള്ള സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണും. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു സമയത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇവിടെ ബുധൻ നീചരാശിയിൽ നിന്ന് നീചഭംഗം ചെയ്യുന്ന ഒരു നല്ല കാര്യം സംഭവിക്കുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ടെൻഷനും ഈശ്വരാധി പോലും കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത്, അതായത് വ്യാഴം 12-ൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോൾ അത്തരത്തിൽ പോലും ഒരു നല്ല അനുഭവമോ ഭാഗ്യമോ ഉണ്ടാകാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സമയത്തിലാണ് ഒരു മാറ്റമുണ്ടായി അല്പം സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊരാശ്വാസവും ഒക്കെ വരുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നത്.
ചിങ്ങൻ രാശിക്കാരായ മകേരം 3, 4, തിരുവാതിര, പുണർന്ന് 1, 2, 3 നക്ഷത്രക്കാർക്ക് നീചരാശിയുടെ അധിപനോ ആ രാശിയുടെ ഉച്ചക്ഷേത്രമായി വരുന്ന ഗ്രഹമോ ചന്ദ്രൻ്റെ കേന്ദ്രരാശികളായ 1, 4, 7, 10 ഈ ഭാവത്തിൽ വരുമ്പോൾ അതാണ് നീചഭംഗ രാജയോഗത്തിൻ്റെ നിയമത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷണത്തെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നീചരാശി ബുധന് മീനൻ രാശിയാണ്. അപ്പം മീനം ഉച്ചക്ഷേത്രമായി വരുന്ന ഗ്രഹം ശുക്രനാണ്. ആ ശുക്രൻ മീനത്തിൽ നിൽക്കുമ്പോൾ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 10ാം ഭാവമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നീചഭംഗ രാജയോഗത്തിൻ്റെ ഭംഗം വന്ന് രാജയോഗം നൽകുന്ന ഗ്രഹം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശുക്രനാണ്. അപ്പോൾ പ്രത്യേകിച്ചും ജാതകത്തിൽ ശുക്രൻ ബലവാനായ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവർക്കും ശുക്രൻ്റെ ദശാപഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങൾ ഛിദ്രമായാലും മതി, അത് വേറെ ഏതെങ്കിലും ദശകളിൽ ശുക്രൻ്റെ അപഹാരം അനുഭവിക്കുന്നവർക്കും ഈ സമയം വളരെ മെച്ചമായിട്ടിരിക്കും. അപ്പം ജാതകത്തിൽ ശുക്രൻ നല്ല നിലയിലായിരിക്കണം എന്ന് മാത്രം. ശുക്രൻ്റെ ഉച്ചരാശി സ്ഥിതി, അതായത് മീനത്തിലെ ശുക്രൻ പാണ്ഡിത്യവും പ്രഭുത്വവും സൗഭാഗ്യവും രാജാക്കന്മാരാൽ സൽക്കരിക്കപ്പെടുന്ന ഭാഗ്യവാനായും വരുമെന്നാണ് അസ്ട്രോളജിയിൽ സൂചന തരുന്നത്. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ബുദ്ധിപരമായ കഴിവും ബന്ധുക്കളുടെ സഹായവും സാമ്പത്തികമായ മെച്ചവും സൽകീർത്തിയും ലഭിക്കും. നഷ്ടപ്പെട്ടു പോയതും തിരികെ ലഭിക്കത്തില്ല എന്ന് വിചാരിച്ചതുമായ കാര്യങ്ങൾ പലതും തിരികെ എത്തുന്ന ഒരു സാഹചര്യം വരും. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവരും വേണ്ടാന്ന് വെച്ച് പോയവരുമൊക്കെ തിരിച്ചു വരിക, നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സാധന സാമഗ്രികളും പണമായാലും സ്വർണമായാലും ബന്ധമായാലും സ്ഥാനമാനങ്ങളായാലും തൊഴിലായാലും ഏതായാലും അതൊക്കെ തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യം വരിക, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും. സർക്കാർ സംബന്ധമായ ജോലിക്ക് പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള സാഹചര്യം വരും. ഇവിടെ ശുക്രനെ സംബന്ധിച്ചും അതുപോലെ 10ാം ഭാവത്തെ സംബന്ധിച്ചുമൊക്കെ പറയുമ്പോൾ വ്യാഴത്തിൻ്റെ രാശിയാണല്ലോ മീനം, അതുപോലെ തന്നെ ശുക്രനാണ് 10ാം ഭാവത്തിൽ ഉച്ചഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ തൊഴിൽ സംബന്ധമായി പറയുമ്പോൾ ധനകാര്യം, നികുതി വകുപ്പ്, കൃഷി വകുപ്പ്, സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ സാംസ്കാരിക രംഗം, വിദ്യാഭ്യാസ വകുപ്പ്, തൊഴിൽ വകുപ്പ്, വ്യവസായം, ഇങ്ങനെയൊക്കെയുള്ള വകുപ്പുകളിൽ ജോലി സാധ്യതയുള്ളവർക്കും ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഒരുപാട് മെച്ചമുണ്ടാകാനുള്ള സാധ്യത വരും. അതുപോലെ മീനൻ രാശി ജലവകുപ്പ് വരാം, തീരദേശ വകുപ്പ് വരാം. ഇതെല്ലാം തന്നെ മീനൻ രാശി സമുദ്രത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വകുപ്പുകളിലും അത്തരത്തിൽ ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്കും അതിനുള്ള സാധ്യതയുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ തന്നെ അവർക്ക് തൊഴിൽപരമായ ഒരു മെച്ചമുണ്ടാകാനുള്ള ഒരു സാഹചര്യവും സാധ്യതകളും ഒക്കെ വരും. സർക്കാർ സംബന്ധമായിട്ട് ടെസ്റ്റൊക്കെ എഴുതി സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവർ പ്രമോഷൻ ടെസ്റ്റ് എഴുതി പ്രമോഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ടെസ്റ്റ് എഴുതി പാസ്സായി ലിസ്റ്റിൽ പേരുള്ളവരും അതുപോലെ അഡ്വൈസ് മെമ്മോയൊക്കെ വന്നവർക്കും ജോലി സാധ്യതയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് 10ാം ഭാവം തൊഴിൽ രംഗമാണ്. തൊഴിൽപരമായി അത്ര മെച്ചമല്ലാത്ത, സാമ്പത്തികമായി വലിയ ഗുണമില്ലാതിരുന്ന അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് ഒരു നല്ല മാറ്റം പ്രതീക്ഷിക്കാം എന്നതാണ് നീചഭംഗ രാജയോഗത്തിലെ മിഥുനൻ രാശിക്കാരുടെ ഏറ്റവും വലിയ പ്രയോജനം. സർക്കാർ സർവീസൊന്നും അല്ലാതെ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് പറയുമ്പോൾ ചെറുകിട കച്ചവടക്കാർ, പ്രത്യേകിച്ചും തുണിക്കച്ചവടം നടത്തുന്നവർ, ടെക്സ്റ്റൈൽ, കരകൗശല വസ്തുക്കൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നവരും വിൽക്കുന്നവരും, പ്രസൻറ്റേഷൻ സെറ്റുകൾ, ആഡംബര വസ്തുക്കൾ, ബ്യൂട്ടി പാർലർ, നല്ല നിലവാരമുള്ള ഭക്ഷണശാലകൾ, അതിപ്പോൾ ചെറുതോ വലുതോ എന്നുള്ളതൊന്നുമല്ല, ഗ്രാമപ്രദേശത്തായാലും ആ രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം തന്നെ ഈ സമയങ്ങളിൽ വളരെ മെച്ചമുണ്ടാകുന്നു. ജോലി സംബന്ധമായിട്ടോ പഠന സംബന്ധമായിട്ടോ ഏതെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ച് വിദേശ ബന്ധം അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചും അല്ലെങ്കിൽ പോകാൻ എത്ര ശ്രമിച്ചിട്ട് അത് പ്രയോജനപ്പെടാതിരുന്നവരും വിദേശത്ത് പോയി നല്ല ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്നവരും അങ്ങനെയും വരാമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവർക്കും ആ മോശമായ അവസ്ഥയിൽ നിന്ന് ഒരു ഭേദപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. പൊതുവെ പറയുമ്പോൾ ഇടവം രാശിക്കാർക്കും മിഥുനൻ രാശിക്കാർക്കും മോശമായ രീതിയിൽ അല്ലെങ്കിൽ അത്ര
മെച്ചമല്ലാത്ത ഒരു ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് അവിചാരിതമായി ഒരു 2 മാസക്കാലം, മാർച്ച് മാസവും ഏപ്രിൽ മാസവും, ഈ 2 മാസക്കാലം ബുധൻ നീചരാശിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റേതായ മെച്ചമുണ്ടാകും. കാരണം ഏപ്രിൽ 27-ാം തീയതി ബുധൻ നീചരാശിയിലേക്ക് കടക്കും. അതുപോലെ മെയ് മാസം ആദ്യ ആഴ്ച വരെ ഇത് നിലനിൽക്കുകയും ചെയ്യും. അപ്പം തുടക്കവും ഏപ്രിൽ 27-ന് നീചരാശിയിൽ വരുന്ന ബുധൻ്റെ നീചഭംഗ രാജയോഗം ഉടനെ ഒന്നും ആരംഭിക്കത്തില്ല. അപ്പോൾ കുറച്ച് സാവകാശം. അപ്പം മാർച്ച് മാസം കുറച്ച് ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴാണ് ഇതിന് നീചഭംഗം വന്ന് ആ നല്ല ഫലത്തിലേക്ക് വരുന്നത്. കാരണം നീചത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ മോശമായ അനുഭവത്തിലൂടെ കടന്നുപോയി മെച്ചം വരുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അതുപോലെ തന്നെ മെയ് മാസം അത്ര കാര്യമായിട്ടൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം തുടക്കവും ഒടുക്കവും ഒരു വലിയ മെച്ചമായിട്ട് നമ്മൾ കാണണ്ട. മാർച്ച് മാസം ഒരു കുറച്ച് ദിവസം കൊണ്ട് കഴിയുമ്പോൾ ഇതിൻ്റെ അനുഭവം വരുന്നു. ഏതാണ്ട് ഏപ്രിൽ മാസം അവസാനം വരെ ഇതിൻ്റെ ഗുണം ഉണ്ടാവുകയും ചെയ്യും. അത് ഒരു നല്ല അനുഭവമായി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കുറേയെങ്കിലും മെച്ചപ്പെട്ട ഒരു സാഹചര്യവും ജീവിത നിലവാരവും ഉയരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.